ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അലോവേരയുടെ ജെൽ ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു അലോവേര സോപ്പ് വീട്ടിൽ നിർമ്മിക്കാം എന്നതാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന ഞങ്ങളെ അറിയിക്കുകയും വേണം. വീഡിയോ അവസാനം വരെ കാണും. നിങ്ങൾക്ക് വീട്ടിൽ സോപ്പ് നിർമ്മിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഗ്ലിസറിൻ ബേസ് ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഗ്ലിസറിൻ ബേസ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു വെയിങ് മെഷീൻ, വളരെ ചെറിയൊരു വെയിങ് മെഷീൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് 1/2 കിലോഗ്രാം ബേസാണ് നമുക്ക് ഈ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഈ 1/2 കിലോഗ്രാം ബേസ്, അതുപോലെ തന്നെ സോപ്പിൻ്റെ മോൾഡ്, സോപ്പിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി സോപ്പിൻ്റെ മോൾഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അലോവേരയുടെ സോപ്പാണ്. അലോവേരയുടെ ജെല്ലാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 25 മില്ലിയോളം ജെല്ല് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അലോവേര ജെല്ല് മിക്സിയിൽ അടിച്ച് നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ച് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. പിന്നെ നമ്മുടെ സോപ്പിന് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാനും ഇതിലേക്ക് ഒരു ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ 5 ഡ്രോപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കളറും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോസ്മെറ്റിക് ഗ്രേഡായ കളറുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് ചേർക്കുന്നത്. നമ്മുടെ ഗ്ലിസറിൻ ബേസ് വളരെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഇതിൽ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നന്നായി മെൽറ്റായതിനു ശേഷം നമ്മൾ അലോവേരയുടെ നമ്മുടെ എക്സ്ട്രാക്റ്റ് അതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ചെറുതായിട്ട് പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കളറിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ചേർക്കുന്നത്. കോസ്മെറ്റിക് ഗ്രേഡായിട്ടുള്ള കളറുകൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഈ മെൽറ്റായിട്ടുള്ള സോപ്പ് ബേസ് നമ്മൾ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റാവും. ഞാനിവിടെ 3 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തത്. നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ തന്നെയാണ് നമുക്ക് സോപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഈ സോപ്പ് നമുക്ക് വളരെ ധൈര്യത്തിൽ ഉപയോഗിക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നന്ദി. ഇതുപോലെയുള്ള കൂടുതൽ നല്ല നല്ല വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.